സോ ഹലോ ഗൈസ്, വെൽക്കം ടു GTA 5 പാർട്ട് 2ലേക്ക്. ഞാൻ എന്തായാലും കാറ് കണ്ടുപിടിച്ചു. നമുക്ക് ആയിട്ട് പോവാം. പാർട്ട് 1 ആരും കണ്ടില്ല എന്നാണ് വ്യൂസ് നോക്കിയപ്പോൾ അറിഞ്ഞത്. ഒരു സബ്സ്ക്രൈബ് പോലും ഇല്ല, ഒരു ലൈക്ക് പോലും ഇല്ല. പിന്നെ എന്തിനാ ഞാൻ വീഡിയോ ഇടണമെന്ന് ഞാൻ ഓർത്തുപോയി. എന്നാലും പ്ലീസ് ഒരു സബ്സ്ക്രൈബെങ്കിലും എനിക്കൊന്ന് ഇട്ടായിരുന്നു. നമ്മളെന്തായാലും ഈ കാറായിട്ട് പോകണം. ആരും ഉള്ള മാതിരിയൊക്കെ തോന്നിക്കണം. എന്നാലും നമുക്ക് ഈ കാറായിട്ട് സിമിയോൻ്റെ കടയിലേക്ക് നേരെ വിടാം. ഇടിക്കാണ്ട് വേണം പോകാൻ. സിമിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല. നമുക്ക് നേരെ സിമിൻ്റെ വീടിലേക്ക് ഇടാം. മൈക്കിളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മൈക്കിളണ്ണ എന്താ സോറി മൈക്കിളണ്ണ, സിമിയോണ്ട് പറഞ്ഞിട്ടാണ്. സോറിയടാ. ഈ ഒരു കാര്യം ചെയ്യ്, ആ സിമിയുടെ വീഡിയോയിലൊക്കെ എടുക്കും. എന്തൊരു ബാക്കിയാന്ന്. എടാ എനിക്കറിയില്ലടാ, എൻ്റെ വണ്ടി മോഷ്ടിച്ചിട്ടല്ലടാ. അതുകൊണ്ട് വണ്ടി അപ്പോൾ എടാ ഓൻ പറഞ്ഞ് എൻ്റെ വണ്ടി മോഷ്ടിച്ചിട്ടാണ്. നമുക്ക് കുറേ കരിഞ്ഞും ചെയ്ത്. അതിനോടാണ് ഞാൻ എടുക്കാൻ വന്നത്. ഞാൻ എൻ്റെ വണ്ടി നല്ല മോഷ്ടിച്ചു. ഓനെൻ്റെ വണ്ടി മോഷ്ടിക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇടും. എടാ ഓനാ പറഞ്ഞത്, ഓനെ പറ്റിച്ചില്ല. അതിനും കൂടി കൂട്ടി ഞാൻ കൊടുക്കും. എടാ ഞാൻ ഇപ്പം എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട. ഈ വണ്ടി വീഡിയോയിലേക്ക് ഇടിച്ച് കയറ്റിയാൽ മതി. എടാ ഞാൻ അടിച്ച് കയറ്റിക്കോളാടാ. ഒത്തിരി പൈസ തരണം. അതൊക്കെ ഞാൻ തരാം. എന്നാക്കേടാ ഞാൻ അടിച്ച് കയറ്റാം. എന്തായാലും ചെറുതായിട്ട് പണി പാളിക്കുന്നു ഗ്യാസ്. നമുക്ക് എന്തായാലും ഇപ്പോൾ പറഞ്ഞായിട്ട് ചെയ്യാം. അല്ല പിന്നെ സിമെണ്ണുള്ള കൊടുക്കാം. എടാ എന്താണ് ചെയ്തേ? മൈക്കിളും വിളിച്ചു വന്ന് വണ്ടി നശിപ്പിച്ച്. അവിടെ ഫാമിലി എനിക്ക് ബുദ്ധിയില്ല. കണ്ണുപൊട്ടാ. നിനക്ക് ബുദ്ധിയില്ലാത്ത ഇപ്പം മൈക്കിള് വാങ്ങിച്ചു തരാൻ എനിക്ക് ബുദ്ധിയൊക്കെ. എൻ്റെ വണ്ടി മോഷ്ടിക്കണടാ. എൻ്റെ വണ്ടി മോഷ്ടിക്കണം. നമ്മൾ മൈക്കിളായിട്ട് കളിക്കണം. എൻ്റെ വണ്ടി മോഷ്ടിക്കണം. അടിച്ചിട്ടുണ്ടല്ലോ, അടിച്ചവൻ്റെ പല്ല് കഴിച്ചിടും. എൻ്റെ വണ്ടി ആരാണ് മോഷ്ടിക്കാൻ പറഞ്ഞു? പറയടാ, ആരാണ് മോഷ്ടിക്കാൻ പറഞ്ഞു? പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തൊള്ളിൽ കുത്തിക്കയറ്റം തന്നെ. അല്ല പിന്നെ എൻ്റെ വണ്ടി മോഷ്ടിക്കാമല്ലേ? എൻ്റെ വണ്ടി മോഷ്ടിക്കാൻ ആരാ പറഞ്ഞു? അല്ലെങ്കിൽ എൻ്റെ തല ഉണ്ടാവില്ല. ഇങ്ങോട്ട് എൻ്റെ വണ്ടി മോഷ്ടിക്കാൻ നിന്നാലേ ഈ വണ്ടി ഇങ്ങനെ എടുത്തോ. അല്ല പിന്നെ ഇങ്ങോട്ട് എൻ്റെ വണ്ടി എന്തെങ്കിലും തൊട്ട് കളിച്ചാൽ നിൻ്റെ ജീവൻ കാണില്ല. നമുക്കെന്തായാലും മിഷൻ പാസ്ഡ് ആയിക്കിന്. നമ്മളൊരു ചെറിയ ഡാൻസിൻ്റെ വീഡിയോ കിട്ടുന്നു. നമുക്കെന്തായാലും ഒരു കാറെടുത്ത് നമ്മളെ വീട്ടിലേക്ക് പോവാം. ഈ കാർ എടുക്കാം. എടേ നിൽക്ക്, മൈക്കിളാ വിളിക്കണേ. നിൽക്കൂലല്ലേ? നിനക്ക് അവിടെ വന്നിട്ട് തരാം. നീ സ്പീഡിൽ പോയത്. ഇവർക്ക് രണ്ടൊക്കെ ഒന്ന് കൊടുത്തോക്കാം. ഇറങ്ങടേ, മൈക്കിളാ പറയണേ, ഇറങ്ങി. ഈ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകണേ മൈക്കിളാണ്. നമുക്കെന്തായാലും വീട്ടിലേക്ക് പോവാം. എന്തായാലും ഫ്രാങ്ക്ലിന് കട്ടോണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ട് തന്നെയാണ് ഞാനും ബെല്ലതാക്കിയത്. CCTV ക്യാമറ ഉള്ള കണ്ടില്ല. എടാ മൈക്കിൾ എന്ത് പണിയാണ്ട് കാണിച്ചേ? 1 സ്റ്റാർ വേണ്ട ലെവലാക്കിയല്ലോ ഈ മൈക്കിൾ. വേഗം വണ്ടി എടുക്ക്. കൺട്രോൾ കിട്ടാത്ത വണ്ടിയാണോ കിട്ടിയത്? നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് നമുക്ക് ബൈക്ക് എടുക്കാം. അവിടെ ഒരു ബൈക്ക് ഉണ്ട് കേസ്. നമുക്ക് എന്തായാലും ആ ബൈക്ക് എടുത്തിട്ട് നമുക്ക് പോവാം. മൈക്കിൾ ഇങ്ങോട്ട് ഇറങ്ങൂലല്ലേ? ഇന്ന് ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് കട്ടോണ്ടാവാനറിയാം. അല്ല പിന്നെ മൈക്കിളിനോടാ കളി. മൈക്കിളെ വിട്ടോ, സ്പീഡിൽ വിട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഷിൻചാൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഷിൻചാനെ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യും. കമൻറ്റ് ഞാൻ ഓണാക്കി വെച്ചേക്കണ്. ഇനി ഒരു കമൻറ്റ് വന്നാൽ മതി, അപ്പം തന്നെ ഷിൻചാനെ ഇതാക്കും. പിന്നെ ഈ വീഡിയോൻ്റെ അഭിപ്രായമൊക്കെ എങ്ങനെയാണെന്ന് പറയണം. എൻ്റെ സൗണ്ട് അത്രയ്ക്ക് ഇതൊന്നുമില്ല, എന്നാലും ഈ വീഡിയോൻ്റെ അഭിപ്രായം പറയാൻ. നമുക്ക് കാലാവസ്ഥ ഇതുണ്ട്. നമുക്ക് എന്തായാലും കിടന്നു ഉറങ്ങാം. എന്നാ വാതിലെടുക്കാൻ നമ്മൾ കിടന്നുറങ്ങിയിട്ട് നോക്കാം. ടൈമും ഇങ്ങനെ പോവുക. ഇങ്ങനെ വെച്ച് രാവിലെ തന്നെ ഫ്രാങ്ക്ലിനൊക്കെ വന്നിട്ട് പറയാം ജിമ്മി കുടുങ്ങിയത്. അച്ഛാ ഞാൻ കുടുങ്ങി അച്ഛാ. ഞാൻ ആ ജെറ്റ് വാങ്ങാൻ പോയതിന്. എൻ്റെ മോനെ എന്തിനാ കുടുങ്ങിയത്? ഈ വന്നതിൻ്റെ അപ്പുറവാ ജിമ്മി കുടുങ്ങിയിടാം. ഒരു കപ്പൽ വാങ്ങാൻ പോയോ, കപ്പൽ വിൽക്കാൻ പോയതിന് ലാസ്റ്റ് ജിമ്മിയും കുടുങ്ങി. നമുക്ക് എന്തായാലും ജിമ്മിനെ രക്ഷിക്കാം. ഇടം ഫ്രാങ്ക്ലിനെ ഒന്നും വാ, ജിമ്മിനെ രക്ഷിക്കണം. നമുക്ക് വേഗം വാ. എനിക്ക് ലൊക്കേഷനൊക്കെ കിട്ടി, എനിക്ക് അയച്ചാൽ നീനു. നമുക്ക് എന്തായാലും ഈ ലൊക്കേഷനിലാണ് നമുക്ക് പോകേണ്ടത്. എന്തായാലും വണ്ടി അങ്ങോട്ട് നേരെ വിടാം. പിന്നെ ഞങ്ങൾ ഫ്രാങ്ക്ലിനായിട്ടാണോ മൈക്കിളായിട്ടാണോ കളിക്കേണ്ടതെന്നും കൂടി
പറയുന്നത്. ഷിൻചാനായിട്ട് കളിക്കണമെങ്കിൽ ഫ്രാങ്ക്ലിന് തന്നെയാണ് ബെസ്റ്റ്. പിന്നെ മൈക്കിളാകുമ്പോൾ ഒരു ട്രിപ്പ് മോഡും ഒരു നല്ല പണക്കാര മോഡും റിച്ച് മോഡൊക്കെ ആയിട്ടാണ് കളിക്കുക. നിങ്ങൾ ഏത് മോഡാണ് വേണ്ടതെന്ന് തന്നെ ഞാൻ ആ മോഡിലായിരിക്കും കളിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മളെ ക്യാരക്ടർ ഏത് ക്യാരക്ടർ ആണെങ്കിലും പറഞ്ഞു നിങ്ങൾ, അപ്പോൾ തന്നെ ഞാൻ ആ ക്യാരക്ടർ കളിക്കാനായിരിക്കും. ഈ വണ്ടി ഒന്നും പിടുത്തം കിട്ടിയില്ല, നമുക്ക് വേഗം അങ്ങോട്ടൊക്കെ പോകണം. അല്ലെങ്കിൽ നമ്മളെ കപ്പലും കിട്ടൂല, ജിമ്മിനും കിട്ടൂല. വേഗം ജിമ്മിനെ വെച്ചിരിക്കാൻ പോവുക. ഫ്രാങ്ക്ലിനാണ് അങ്ങോട്ടൊക്കെ കയറാന്ന് പറഞ്ഞിരിക്കണത്. ഇങ്ങനെ കപ്പൽ കണ്ടിരിക്കണ്, ജിമ്മിനെ കണ്ടിരിക്കണ്. ജിമ്മിനെ രക്ഷിക്കാൻ വേണ്ടി ചാടാം. എടാ ഫ്രാങ്ക്ലിൻ ഒന്ന് ചാടാ, ചാടി ഇങ്ങോട്ടേക്ക് എണീക്കടാ. ചാടാൻ റെഡിയല്ലേ? എടാ വണ്ടി കൺട്രോൾ ഇട്ടില്ല. എടാ എന്താണ് കൺട്രോൾ ഇട്ടില്ല, ചെറുതായിട്ട് ക്രാഷായി. വലിയ വേഗം പോ. മൈക്കിളെന്നാ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഫ്രാങ്ക്ലിൻ. നമുക്ക് എന്തായാലും നേരെ വിട്ടെടുക്കാം. വേഗം പോ. ഈ മൈക്കിളെ വണ്ടി വെക്കാൻ അറിയും ശരിക്കും. നമുക്ക് എന്തായാലും ചെറുതായിട്ട് പാടി മൈക്കിളെ ഈ പോയില്ലല്ലോ. അങ്ങനെ നമ്മൾ പ്രൈവറ്റ് ജെറ്റിൻ്റെ അടുത്തെത്തി. നമുക്ക് നേരെ പിടിക്കാക്ക. ഞാനത് സ്പീക്കർ റെഡിയാക്കാൻ അതിനോടാണ് സംസാരിക്കാത്തത്. നമുക്ക് എന്തായാലും അതിൻ്റെ തൊട്ടടുത്തെത്തിന് പിന്നെ ചാടിക്കിനിന്നാ തോന്നുന്നു. ചാടിക്കിനി ഓനെ തള്ളിയിട്. ഫ്രാങ്ക്ലിനെ തള്ളിയിട്ടാണ് ഓനെ. അങ്ങനെ തള്ളിയിട്. അതാ കിടക്കുന്ന ചങ്ങായി. നമുക്കെന്തായാലും ഫ്രാങ്ക്ലിനിപ്പോൾ എല്ലാവരും തള്ളിയിട്ടിട്ട് ജിമ്മിനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ കുടുങ്ങി. ചെറുതായിട്ട് ഇങ്ങോട്ടൊക്കെ വലിച്ചെടുത്ത് നോക്കി നമുക്ക് കയറ്റിയിട്ട് നമുക്ക് നേരെ ജിമ്മിനെ വെച്ചിട്ട് ജിമ്മി അവിടെ കുടുങ്ങിയാടാ. മോനെ ജിമ്മിയെ നോക്കടാ അച്ഛൻ വരുന്നുണ്ടോ മോനെ, വിഷമിക്കില്ല. അച്ഛൻ വരുന്നുണ്ട്. ഞാൻ ചാടടാ മോനെ, ചാടാ. എടാ മോനെ ചാട്. നമുക്ക് ഫ്രാങ്ക്ലിനും കൂടി കൂട്ടിയിട്ട് നമുക്ക് നേരെ പോകണം. ഫ്രാങ്ക്ലിനെ അവിടെ ചാടാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി അതിൻ്റെ തൊട്ടടുത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വണ്ടി എടുത്ത് പോവാം. ഫ്രാങ്ക്ലിനെ ചാടാൻ കഴിഞ്ഞതല്ലോ. നമുക്ക് ബാക്കിൽ പോയി നിൽക്കുക. അപ്പോൾ ഫ്രാങ്ക്ലിൻ ചാടിക്കോ, ഒന്നാവില്ല. ചാടിക്കോ കുഴപ്പമില്ല. വണ്ടി അടിച്ച് പൊളിച്ചാലോ ഒന്നും കുഴപ്പമില്ല. എടാ ചാടിയടാ, കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ നാണക്കേടായിട്ട് നിൽക്കാണോ? ചാടിക്കോ. ചാട്ടം ചാടിയേ. എടാ ശരിക്കും പൊളിച്ചു കഴിഞ്ഞോ? ശരിക്കും പൊളിച്ചെന്നാ തോന്നുന്നത് ഗൈസ്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഗരാജിലേക്ക് പോണ്ടി വരൂ. ഫ്രാങ്ക്ലിനെ ഞാനൊരു തമാശക്ക് പറഞ്ഞല്ലടാ, അപ്പോൾ പൊളിച്ചോ. നമുക്കിപ്പോൾ നേരെ ഗരാജിലേക്ക് പോവാം. ബൈ അങ്ങനെ പറയുമെന്ന് വിചാരിച്ചു. അതന്നെ ഇപ്പോൾ തന്നെ വണ്ടി ബൈ ആയിരുന്നു. നമുക്കെന്തായാലും നമ്മൾ ലോസ് ആൻഡേഴ്സ് ഗരാജിലേക്ക് എടുക്കാം. മൈക്കിളെന്നോ ലോസ് ആൻഡേഴ്സ് ഗരാജിലേക്ക് വിട്ട വണ്ടി ടാണ്ടോ. നമുക്ക് നേരെ എന്തായാലും ഇവിടെ എത്തിക്കണേ. നമുക്ക് അവിടെ ഫ്രാങ്ക്ലിന് ഈ ഒന്ന് നന്നാക്കിയിട്ട് വേടാ. ഞാനൊന്ന് ടാക്സി വിളിച്ച് പോയിക്കോളാം. ജിമ്മിനെ കൂട്ടിക്കോ. ആണ്ടാ ഞാൻ വിളിച്ച് പോയിക്കോളൂ. നമ്മൾ ഫ്രാങ്ക്ലിനായിട്ടാണ് കളിക്കുന്നത്. ശരി മൈക്കിളാണോ? എടാ ജിമ്മിയെ നിൻ്റെ അമ്മേൻ്റെ വണ്ടി നമുക്ക് നന്നാക്കിയാലോ. എടാ ഇങ്ങോട്ട് എടുക്കണം ഫ്രാങ്ക്ലിൻ, ഇങ്ങോട്ട്. തെറ്റല്ലേ, വണ്ടി തെറ്റല്ലേ. നമുക്ക് നേരെ ഗാരാജിലേക്ക് കയറ്റാം, ബമ്പർ മാറ്റാം. ഇതിൻ്റെ പൈസ ഞാൻ കൊടുക്കേണ്ടി വരുമോ? അറിയൂല. ചിലപ്പോൾ മൈക്കിളെന്നെ കൊടുത്തിക്കണേ. അപ്പം നമുക്ക് എന്തായാലും ഫ്രീ ആയിട്ട് നന്നാക്കി എടുക്കാം. ഇതിൻ്റെ ബമ്പർ നന്നാക്കണം. ബമ്പർ പൊളിച്ചിടാനേ നന്നാക്കാനേ പറഞ്ഞത്. പൊളിച്ചിടല്ലേ, നന്നാക്കേ. നന്നാക്കി എടുത്തിക്കണം. നമുക്ക് നേരെ പെയിൻ്റ് ഒന്നും മാറ്റണ്ട. നമുക്ക് നേരെ മൈക്കിളണ്ണൻ്റെ വീട്ടിലോട്ട് വിടാം. അവിടെ ജിമ്മിയെ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് വിടാം. അല്ല പിന്നെ അവിടെ ഫ്രാങ്ക്ലിനാ അങ്ങനെ വീട്ടിലേക്ക് വിടണ്ട, നമുക്ക് ബീച്ചിൽ പോയിട്ട് വരാം. നിൻ്റെ അച്ഛൻ എന്നെ കൊല്ലു. നേരത്തെ തന്നെ വണ്ടി കട്ടോണ്ടതിന് എന്നെ കൊല്ലാൻ നിന്നു. അതിനോണ്ട് എനിക്ക് വയ്യ. എന്നെ ഇങ്ങനെ കറങ്ങി നടക്കാൻ എനിക്ക് വയ്യ.
എന്ത് പറയാൻ, എൻ്റെ അച്ഛനോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ പോവായിരുന്നു. നമുക്ക് എന്തായാലും ഒരു ദിവസം പോവാം. എനിക്കൊരു വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ബർത്ത്ഡേ ഓടാൻ ഒരു ബാംഗ്ലൂരിനോ എന്തായാലും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക്. നമുക്കിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് എത്തിക്കണേ. ഇടിക്കല ബാംഗ്ലൂരിന് എത്ര ബ്രേക്കില്ലാലോ എൻ്റെ അമ്മേൻ്റെ വണ്ടിക്കൊന്നും. നമുക്ക് ഞാൻ ഇവിടെ വെച്ചേക്കണേ. എന്നാൽ ശരി, ഞാൻ പോവാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് അത്യാവശ്യമായിട്ട് പണിയുണ്ട്. ഞാൻ പോയിട്ട് വരാം. ബൈ ബൈ. അങ്ങനെ നമുക്ക് ഇപ്പോൾ ഈ ബൈക്ക് എടുത്തൊരു ബൈക്ക് നമുക്ക് എടുക്കാം. നമ്മളെ വണ്ടിയൊക്കെ കൊണ്ടുപോയിക്കണേ. അപ്പോൾ നമുക്ക് ഈ ബൈക്ക് എടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് എടുക്കാം. ഒരു വീടൊക്കെ വാങ്ങിച്ചു തരാമെന്നാണ് പറഞ്ഞത്. നമുക്ക് ആ പുതിയ വീട്ടിലായിരിക്കും ഇനി ഷിൻചാൻ്റെ കയറ്റി കളിക്കാൻ പോണത്. മൈക്കിളനെ വാങ്ങിച്ചിക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് നമ്മൾ പഴയ വീട്ടിലേക്ക് എടുക്കാം. അവിടുത്തെ വണ്ടി എടുക്കാൻ അങ്ങനെ ജമ്പൊക്കെ ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ. നമുക്ക് നേരെ വീട്ടിലെത്താനായിരിക്കും. നമ്മൾ ഇത്തിരി കൂടി കഴിഞ്ഞാൽ വീട്ടിലെത്തി. ഇവിടെ വിടുമല്ലോ. എടാ വഴി മാറി വളക്കി വഴി മാറി ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വളച്ചെടുക്കാം. മാപ്പിൽ ലൊക്കേഷൻ ഇട്ടില്ലാലും പറഞ്ഞേരി. എടാ ഫാമിലീനെ നോക്കിയൊക്കെ നടക്ക്. റോങ് സൈഡ് കൂടി ഓട്ടിയിട്ട് ഇപ്പോൾ തലടിച്ച് വീണ്. മാപ്പിൽ ഇത് ഇടുക, ലൊക്കേഷൻ ഇട്. മാപ്പിൽ ലൊക്കേഷൻ ഇട്. അങ്ങനെ തന്നെ. എനിക്ക് ലാപ്പിൽ കളിക്കുമ്പോൾ ഒരു ഇത് കട്ടുന്നില്ല. ലാപ്പിൽ കളിക്കുമ്പോൾ ഒരു ഇതാണ്. നമുക്ക് എന്തായാലും ഇവിടെ വീട്ടിലെത്തിക്കണം. ഇനി നമുക്ക് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ആ വണ്ടി ഏതാ വണ്ടി നോക്കാം. ഏതൊരു ബൈക്ക് പറഞ്ഞു. ഈ ബൈക്കല്ലേ, നല്ല രസമൊക്കെ ഉണ്ട്. നമുക്ക് ഈ ബൈക്ക് എന്തായാലും ഉള്ളിലേക്ക് നിർത്തിയേക്കാം. ബൈക്ക് നമ്മളതാണ് ഈ പുറക്കെ. നമുക്ക് ഈ ബൈക്കും നിർത്തിയേക്കാം, കാറ് നിർത്തിയേക്കാം. എന്നാൽ ശരി, മഴ അതിനോണ്ട് ഞാൻ നിർത്തിയേക്കാം. അല്ലെങ്കിൽ ബൈക്ക് വാങ്ങിയതുകൊണ്ട് തന്നെ അത് വേഗം കേടാൻ സാധ്യതയുണ്ട്. നമുക്ക് കാറും ഇതിൻ്റെ ഒത്തൊക്കെ തന്നെ വെച്ചേക്കാം. ഓക്കെ ബൈ. ഇനി ഷിൻചാനായിട്ട് വേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ബൈ ബൈ.